നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം സമ്മാനിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. നേരത്തെ തന്നെ ബി.ജെ.പി പറഞ്ഞിരുന്നതാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിക്കുമെന്നും തിരുവനന്തപുരത്തെ മേയർ തന്നെ നരേന്ദ്രമോദി വരുമ്പോൾ സ്വീകരിക്കാനുണ്ടാകുമെന്നുമൊക്കെ. ഏതായാലും അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയത് മുതൽ ബി.ജെ.പി വലിയ ശുഭപ്രതീക്ഷയിലുമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ 15-ലധികം സീറ്റുകൾ നേടാനുള്ള നീക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലാണ് ബി.ജെ.പി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴേ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലേക്കും എത്തുന്നു എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പലതരത്തിലുള്ള ക്ലാസ്സുകളുമൊക്കെ ഇപ്പോൾ ബി.ജെ.പി എടുത്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നിയമത്തു നിന്നും ജനവിധി തേടും എന്ന് അറിയിച്ചു കഴിഞ്ഞു. 2 തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മഞ്ചേശ്വരം സീറ്റ് വീണ്ടെടുക്കാനായി കെ സുരേന്ദ്രനെ മഞ്ചേശ്വരത്തേക്ക് അയക്കുന്നു എന്ന വാർത്തകളും വരുന്നു. തീർച്ചയായും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തന്നെ മത്സരിക്കാനുള്ള സാധ്യതകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച ചില സൂചനകൾ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം അത് പുറത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമിത്ഷാ അദ്ദേഹത്തോട് മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളുടെ ചുമതല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. കാസർഗോഡേക്ക്, മഞ്ചേശ്വരത്തേക്കൊക്കെ അദ്ദേഹം കാസർഗോഡേക്ക് എത്തുകയാണ്. ഇന്നും നാളെയുമൊക്കെ അദ്ദേഹം കാസർഗോഡ്, മഞ്ചേശ്വരത്തേക്കൊക്കെ എത്തി അവിടെ താമസം ആരംഭിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം അവിടെ നിന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ ചില മണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തനത്തിലുള്ള സാധ്യതകൾ ഇപ്പോൾ തന്നെ ബി.ജെ.പി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില സ്ഥാനാർത്ഥികൾക്ക് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ചില സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പലതരത്തിലുള്ള ചർച്ചകൾ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആർ ശ്രീലേഖ മത്സരിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ലിസ്റ്റിൽ ആർ ശ്രീലേഖയുടെ പേരുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു പല പ്രമുഖരും പല മണ്ഡലങ്ങളിലും മത്സരിക്കും. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും പണ്ടത്തെ പോലെയല്ല ബി.ജെ.പി കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും 2-3 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം കഴിവുള്ളവരാണ്? എല്ലാവർക്കും ഇപ്പോൾ സ്ഥാനമോഹമാണ്. എല്ലാവർക്കും ഇപ്പോൾ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കണമെന്ന ചിന്തയുണ്ട്. പക്ഷേ പഴയ, അതായത് മുതിർന്ന ആൾക്കാർ എന്ന രീതിയിൽ പലരെയും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ മത്സരിക്കണം. യഥാർത്ഥത്തിൽ ഇന്നലെ ശ്രീധരൻപിള്ള ഒരു സ്ഥലത്ത് പറയുന്നത് കേട്ടു, ഇനി യുവതലമുറയ്ക്ക് വഴിമാറി കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് നോർത്തിലും ചെങ്ങന്നൂരിലും അദ്ദേഹം സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ്. 2 തവണ സംസ്ഥാന പ്രസിഡന്റ് ആവുകയും അതിനുശേഷം ഗവർണർ ആവുകയും നിരവധി തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ശ്രീധരൻപിള്ള. എങ്കിലും അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കണം എന്ന മോഹമാണ് ഇപ്പോഴുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് മത്സരിക്കാൻ വേണ്ടി. ഇതൊക്കെ എത്രത്തോളം വോട്ടാകും, അല്ലെങ്കിൽ ഈ പഴയ മുഖങ്ങളെ വീണ്ടും അവതരിപ്പിക്കുന്നത് ശരിയാകുമോ എന്നൊക്കെ ബി.ജെ.പി ആണ് തീരുമാനിക്കേണ്ടത്. എല്ലാ പഴയ മുഖങ്ങളും, ഇപ്പോൾ മത്സരിക്കാനുള്ള പേര് കേൾക്കുന്ന എല്ലാ പഴയ മുഖങ്ങളും എങ്ങനെ പോയാലും ഒരു 10 തെരഞ്ഞെടുപ്പിന് മുകളിലെങ്കിലും ഓരോ സ്ഥലത്തും മത്സരിച്ചിട്ടുള്ളവരാണ്. ആ മത്സരം കൊണ്ടൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ജൈവികമായി ബി.ജെ.പിക്ക് ഉണ്ടാകുന്ന വളർച്ചയ്ക്കപ്പുറം ഒരു നേതാവ് നിന്നതുകൊണ്ട് വലിയ വോട്ട് നേടിയെടുത്തു എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും ഒരു ബേസുള്ള മണ്ഡലങ്ങളിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. അവിടെ ഒന്ന് കുറച്ച് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നതൊഴിച്ചാൽ കാര്യമായ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ഒരു നേതാവും ഇപ്പോൾ തൽക്കാലം നമുക്ക് പറയാനുള്ള ബി.ജെ.പി ലിസ്റ്റിലുണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെ വന്ന ഒരാളെ എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർജി തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു ബേസുമില്ലാതെ കേരളത്തിലേക്ക് എത്തിയെങ്കിലും 2ാം സ്ഥാനത്ത് നല്ല വോട്ട് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തരൂരിന്റെ ഭൂരിപക്ഷം വളരെ കുറയ്ക്കാനും 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ട്രമൻഡസായ വളർച്ച ഉണ്ടാക്കിയ ഒരു നേതാക്കന്മാരും ഇപ്പോൾ ബി.ജെ.പിയിലില്ല. പക്ഷേ എല്ലാ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുൻനിരയിൽ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ്, കെ സുരേന്ദ്രൻ, അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ ഏകദേശം ഒരു 25 തെരഞ്ഞെടുപ്പിലെങ്കിലും ഇപ്പോൾ മത്സരിച്ചിട്ടുണ്ടാവും പല ഘട്ടങ്ങളിലും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്കിലൊക്കെ മത്സരിച്ച്, ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ മത്സരിച്ച് തോറ്റവർ വീണ്ടും എം.എൽ.എ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ അതൊരു ശരിയായ നടപടിയല്ല. ബി.ജെ.പിയിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ നടപടിയല്ല. ഒരു ബ്ലോക്കിലോ ഒരു സ്വന്തം വാർഡിലോ പോലും മത്സരിക്കാൻ, അല്ലെങ്കിൽ മത്സരിച്ച് ജയിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരെ എം.എൽ.എ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിന്റെ സാങ്കേതികത്വം മനസ്സിലാവുന്നില്ല. പുതിയ സ്ഥാനാർത്ഥികൾ വരട്ടെ, പുതിയ ആൾക്കാർ വരട്ടെ, കൂടുതൽ ആൾക്കാർ മത്സര രംഗത്തേക്ക് വരട്ടെ, അല്ലെങ്കിൽ മത്സരിച്ചവരെ തന്നെ ഒരു 10-40 പേർ, പണ്ടുണ്ടായിരുന്ന 40 പേർ വീണ്ടും മത്സരിക്കുക എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല. ബി.ജെ.പിക്ക് അതൊരു വലിയ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നോക്കണം. കാലാകാലങ്ങളായി അവർ മാറ്റം വരുത്തി പല സ്ഥാനാർത്ഥികളെയും മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു 40 പേർ, പണ്ട് മുതൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന 40 പേർ വീണ്ടും മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബ്ലോക്കിലൊക്കെ മത്സരിച്ച് തോറ്റവർ
അത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ പോലും മത്സരിച്ച് ജയിക്കാൻ കഴിയാത്തവർ വാർഡിൽ മത്സരിച്ച് തോക്കുന്നവരെയൊക്കെ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിലെ BJPക്ക് പണ്ട് അത്തരം അവസ്ഥയുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കേരളത്തിലെ BJPക്ക് പൊതുരംഗത്ത് നിന്നാണെങ്കിൽ പോലും വിളിച്ചാൽ വരാനും മത്സരിക്കാനും ആൾക്കാരെ അറിയുന്ന, ജനങ്ങളെ അറിയുന്ന ആൾക്കാരെ വിളിച്ചാൽ മത്സരിക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും അതിൽ നിന്ന് നല്ല കൊള്ളാവുന്നവരെ, അങ്ങനെ മത്സരിപ്പിച്ച് കൊള്ളാവുന്നവരെ BJPയുടെ പാർട്ടിയുടെ പ്രവർത്തകരാക്കി മാറ്റുകയും പിന്നീട് അവരെ പാർട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടത്തുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനും അപ്പനും സുഭദ്രയ്ക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഇപ്പോഴും കേരളത്തിലെ BJP വളർന്നു എന്ന് അവകാശപ്പെടുമ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തവണ മഞ്ചേശ്വരം പിടിക്കുക എന്ന വലിയ ലക്ഷ്യം കെ സുരേന്ദ്രനുണ്ട്. കെ സുരേന്ദ്രൻ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം 89 വോട്ടിനാണ് തോറ്റുപോയത്. ഇത്തവണയും അത്തരം സഖ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോഴും BJPക്ക് മത്സര സാധ്യതയുള്ള അല്ലെങ്കിൽ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ അവിടെ ഇടതും വലതും ഒരുമിച്ച് വോട്ട് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ കുറച്ച് വ്യത്യസ്തമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വലതുപക്ഷവും സ്ട്രോങ് ആയി വരികയാണ്. കോൺഗ്രസിനും ഭരണം പിടിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടതുപക്ഷത്തെ പോലല്ല. അപ്പോൾ നഷ്ടപ്പെടുന്ന ഓരോ വോട്ടും അത് രണ്ടുപേർക്കും വിനയാകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. BJP 10 സീറ്റ് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഭരണം ആരിൽ നിന്ന് പോകുമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ രണ്ടുപേരുടെയും ക്രോസ് വോട്ടിംഗ് സഹായിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ക്രോസ് വോട്ട് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് പിടിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും NSSും SNDPയും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ എവിടെ നിൽക്കട്ടെ, BJP ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോവുകയാണ്. SNDPയുടെയും NSSന്റെയും ആണെങ്കിലും BJPയുടെ വോട്ട് എന്ന് പറയുന്നത് SNDPയും NSSും പറയുന്ന വോട്ടുകളല്ല, യഥാർത്ഥത്തിൽ ഉറച്ചു നിൽക്കുന്ന വോട്ടുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.